കർഷക സംഘടനയായ ഇൻഫാമിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കർഷകരെ ഒന്നിച്ചു നിർത്താൻ ഇൻഫാമിന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇൻഫാമിന്റെ നിർദ്ദേശങ്ങൾ കാർഷിക നയരൂപീകരണത്തിന് സഹായമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെയും മലയോര മേഖലയിലെയും കർഷക ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി വരുന്ന പ്രസ്ഥാനമാണിത്. ഇൻഫാം എന്നത് വെറുമൊരു സംഘടനയല്ല, അതൊരു വികാരമാണ്. കർഷകരെ ഒന്നിച്ചു നിർത്താൻ ഇതിന് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ന് കേരളത്തിലുടനീളം പതിനായിരക്കണക്കിന് കർഷകർ, ലക്ഷക്കണക്കിലെന്ന് തന്നെ പറയാം, ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. സനോജ് ചേരുകയാണ്. സനോജ്, ഇൻഫാമിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, കഴിഞ്ഞ 25 വർഷമായി കർഷകർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു കർഷക സംഘടനയാണ് ഇൻഫാം. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. അതിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി കോട്ടയം കാഞ്ഞിരപ്പള്ളി പൊടിമറ്റത്ത് എത്തിയത്. ഏകദേശം 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിലുടനീളം രാജ്യത്തെ കാർഷിക മേഖല കടന്നുപോകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും കർഷകരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് യാതൊരു മടിയുമില്ല എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. രാജ്യത്തിൻ്റെ കാർഷിക മേഖലയോട് നടുപിടിക്കുന്ന കാര്യത്തിൽ ആസിയാൻ കരാർ സൃഷ്ടിച്ച ആഘാതം വളരെ വലുതാണ്. അത് ഒപ്പിട്ട ആളുകൾ പോലും അത് തെറ്റായി പോയി എന്ന് പറയുന്ന സാഹചര്യമുണ്ടായില്ല. ഒപ്പിട്ടവരും ഒപ്പിടാൻ കൂട്ടുന്നവരും അത് പൂർവാധികം ശക്തിയോടുകൂടി നടപ്പാക്കുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ കരാർ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബർ കാർഷിക മേഖലയാണെങ്കിലും കുരുമുളക് കാർഷിക മേഖലയാണെങ്കിലും മറ്റ് കാർഷികേതര മേഖലകളൊക്കെ തന്നെയാണെങ്കിലും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കർഷകരെ സഹായിക്കാൻ വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ നവ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ആഘാതം കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഫാം പോലെയുള്ള കർഷക സംഘടനകൾ കർഷകരെ ചേർത്ത് പിടിക്കുകയാണ്. ഇൻഫാമിൻ്റെ ആശയങ്ങൾ സർക്കാരിൻ്റെ കാർഷിക മേഖലയിലെ നയ രൂപീകരണ കാര്യത്തിൽ വലിയ പ്രാധാന്യം ചെലുത്താറുണ്ട്. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ വിലയിരുത്തുകയും പരിശോധിക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ പരിപാടിയുടെ ആമുഖ പ്രഭാഷണത്തിൽ ഈ ഇൻഫാമിൻ്റെ ദേശീയ ചെയർമാൻ കൂടിയായിട്ടുള്ള ഫാദർ തോമസ് മറ്റമുണ്ടലച്ചൻ അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഈ കർഷക സംഘടനയെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി സർക്കാരിൻ്റെ സഹായം ഇൻഫാമിന് വലിയ തോതിൽ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇൻഫാം പറയുന്ന പല ന്യായമായ കാര്യങ്ങളും ചെയ്തു നൽകുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർണമായ സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ബഫർ സോൺ വിഷയത്തിലാണെങ്കിലും ഒപ്പം തന്നെ കാട്ടുപന്നിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണെങ്കിലും പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ തോട്ടം പുരയിടം പോലെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിച്ചപ്പോൾ സർക്കാർ അകമഴിഞ്ഞ പിന്തുണയാണ് കർഷക സംഘടനയ്ക്ക് നൽകിയിട്ടുള്ളത്. സർക്കാരിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിലായിരുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചത്. അദ്ദേഹവും സർക്കാരിൻ്റെ പിന്തുണയെ എടുത്തു പറയുകയുണ്ടായി. ഏതായാലും കഴിഞ്ഞ 25 വർഷക്കാലമായി കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി ഈ സംഘടനയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇതിൻ്റെ രജത ജൂബിലി ആഘോഷം സമാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഘടനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് കൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഷമി.